എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സായും ടീമും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു ഷിനോബി ഒരു ഫോട്ടോ അത് സായിക്ക് കാണിച്ചു കൊടുക്കുക. സായി പറയും ഇവന്റെ പേര് ടാണിച്ചി എന്നാണ്. ഇവനും പണ്ട് ഫൗണ്ടേഷൻ ടീമിലെ ഒരു മെമ്പർ ആയിരുന്നു. ടാസോയുടെ റിസർച്ച് ലാബിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് പേഴ്സൺ. ആസറാമയുടെ സെല്ല് അതൊരു വെപ്പനായി മാറ്റാൻ ഉള്ള ഐഡിയ കൊടുത്തത് പോലും ഇവനാണ്. ടാസോ മരിച്ചതിന് ശേഷവും ടാണിക്ക് അവൻ ആ റിസർച്ച് അത് നിർത്താനായിട്ട് തയ്യാറായിരുന്നില്ല. ഇദ്ദേഹത്തെ ഒരുപാട് നാളുകൾക്ക് മുൻപ് കാണാതെ പോയതാണെന്ന് പറഞ്ഞ് ഇപ്പൊ സായി അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴായിരിക്കും ഒരു ഡെഡ് ബോഡിയും അതിന്റെ തൊട്ടടുത്തായി ഒരു ഫോട്ടോയും കാണാം. ആ ഫോട്ടോയില് രണ്ടുപേരുണ്ടാവും. അതിലൊരു ചെറിയ കുട്ടിയെ കണ്ട് അവൻ ഷോക്കാവും. ഇതിന്റെ എല്ലാം തുടക്കം അത് അക്കാദമിയിൽ നിന്നാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് സായി ടെൻസ്ഡ് ആവും. കട്ട് ചെയ്താ ഇവിടെ മീറ്റ്സിയ അവൻ ബൊറൂട്ടോട് പറയും ഇതിനെല്ലാം പിന്നിലുള്ള ആള് അതാരാണെന്ന് എനിക്കറിയാം. ഞാനത് ആരാണെന്ന് പറയണമെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം. എന്നും എപ്പോഴും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെയൊക്കെ കൂടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായി എപ്പോഴും ഉണ്ടാവും. നീ ആരാണെന്ന് പറയും. അപ്പോഴായിരിക്കും മീറ്റ്സിയ പറയാ കൾപ്രിറ്റ് അത് മറ്റാരുമല്ല ക്ലാസ് റെപ്പാണ്. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ കൾപ്രിറ്റിനെ കാണിക്കും. അവന്റെ തൊട്ടുപുറകില് എന്തോ ഒരു സിമ്പല്. അതേസമയം ഷിക്കമരു അവൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നറൂട്ടോട് പറഞ്ഞു കഴിഞ്ഞു. ഷിക്കമരു ആണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും. ഇവളാണ് ടാണിച്ചിയുടെ മകൾ. ഇവളാണ് സുമറൈ. ഇവളും ബൊറൂട്ടോയും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവളാണ് ആ ക്ലാസ്സിലെ ക്ലാസ് റെപ്പ്. ഇവളുടെ അച്ഛൻ ആ ഫൗണ്ടർ ടീമിലെ ഒരു ചീഫ് ഡോക്ടർ ആയിരുന്നു. ചായ ആണെങ്കിൽ ഇപ്പൊ ഈ പെൺകുട്ടിയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൾറെഡി അവളെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് അവൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവളുടെ അച്ഛന് ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ ചെയ്തു തീർക്കാനാണ് അവളുടെ ശ്രമം. ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കാക്കാഷി മാസ്റ്റർ ആളിപ്പോ അവിടേക്ക് വരും. കട്ട് ചെയ്ത ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കുകയാണ്. മീറ്റ്സിയ നീ എന്താ പറയണേ? സത്യം പറയ്, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അതിന് മീറ്റ്സിയ പറയും അതെ, അവള് തന്നെയാണ് കൾപ്രിറ്റ്. നീ നന്നായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്ക്. എല്ലാവരുടെയും ബോഡിയിൽ ആ ഒരു മോൺസ്റ്റർ അത് കയറുന്നതിന് മുൻപ് അവരെല്ലാവരെയും വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ആ ഒരു മോൺസ്റ്റർ അവരുടെ ബോഡിയിലേക്ക് അബ്സോർബ് ആയത്. ഉടനെ ബറൂട്ടോ കൺഫ്യൂസ്ഡ് ആയിട്ട് അപ്പൊ അവളുടെ ബോഡിയിലും അതേ മോൺസ്റ്റർ വന്നല്ലോ, അതിനെക്കുറിച്ചൊന്നും നിനക്ക് പറയാനില്ലേ? എനിക്ക് തോന്നുന്നില്ല ഇത് അവളായിരിക്കും ചെയ്തതെന്ന്. അവളൊരു ക്ലാസ് റെപ്പാണ്, അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതിന് മീറ്റ്സിയ അവൻ അടിച്ചു പറയും എനിക്ക് ഉറപ്പാണ് അത് അവൾ തന്നെയാണ്. ഇതിനോടൊക്കെ എല്ലാവരും അവളാണ് ആ കൾപ്രിറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. സോ അവൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിരിക്കുകയാണ് ബൊറൂട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ പറയുമ്പോഴേക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവർ കേൾക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കാക്കാഷിയും ഷിക്കമരും നറൂട്ടോയും അവരിപ്പോ കാര്യമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ ആൾ ടെൻഷനായിട്ട് പറയും ഫോർത്ത് വാറിന് ശേഷം ഫൗണ്ടേഷൻ ടീമിലുണ്ടായിരുന്ന ഒരുപാട് പേര് ജീവനോടുകൂടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ കാണാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ വിലക്കിയിരുന്നില്ല. അതിന് ഷിക്കമരു ഇപ്പൊ നമ്മള് പഴയ കാര്യമൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ആ ക്ലാസ് റെപ്പ് പെണ്ണ് അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവളുടെ ബോഡിയിലുള്ള ആ ഒരു മോൺസ്റ്റർ പവർ അതിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ. നറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവളൊരു ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവൾക്ക് വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് പാടില്ല. ഷിക്കമരുവിനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവൾ ഇത്രയും നാളും ചെയ്തത് ചെറിയ കാര്യമല്ല. സോ ഒരു കാരണവശാലും അവൾക്ക് ഒരു തരത്തിലുള്ള ഇളവും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടനെ കാക്കാഷി മാസ്റ്റർ പറയും നമ്മൾ അടങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ടാസോയെയും ഫൗണ്ടേഷനെ റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനും ഇതിൽ ഇൻവോൾവ്ഡ് ആയത്. കൊണ്ട് കഴിയും പോലെ ഞാനും ചില ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തി ചില തെളിവുകളൊക്കെ ശേഖരിച്ചു കഴിഞ്ഞു. ആ ക്ലാസ് റെപ്പ് സുമൈരെ അവളുടെ ബോഡിയിൽ ആ ഗോസ് ഔട്ട് എന്നോ പ്രോഗ്രാം അത് അവളുടെ അച്ഛൻ നടത്തി കഴിഞ്ഞു. ഇത് കേട്ട് നറൂട്ടോ അവൻ ഷോക്കായിട്ട് ചാടി എഴുന്നേക്കും. അവളുടെ അച്ഛൻ ചെയ്യാൻ ശ്രമിച്ച പ്രോജക്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് അവളിപ്പോൾ ശ്രമിക്കുന്നത്. അതിനവളുടെ സഹായത്തിന് ന്യൂ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ അവളെ സഹായിക്കാനുണ്ട്. അങ്ങനെ ഒരു ഡിസ്കഷൻ അത് കാര്യമായിട്ട് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവർ കേൾക്കുക. സായി അവൻ പഴയ ഫൗണ്ടേഷൻ മെമ്പേഴ്സിനെ ഒക്കെ ഓർത്ത് വമ്പ സ്പീഡില് എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളോളം ഞാൻ ഫൗണ്ടേഷനിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ്. ഇനി ആരും അങ്ങനെ കഷ്ടപ്പെടാനായിട്ട് പാടില്ല. സോ എന്ത് വില കൊടുത്തും ആ പെൺകുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തും. കട്ട് ചെയ്ത ആ ക്ലാസ് റെപ്പ് പെണ്ണിനെ കാണിക്കും. ഓൾറെഡി അവളുടെ പപ്പയാണ് ഒരു ജിപ്സു അവളുടെ പുറത്ത് പതിപ്പിച്ച് റിവെഞ്ച് എടുക്കാൻ അവളെ ഇവിടേക്ക് അയച്ചത്. കട്ട് ചെയ്ത സായി ആണെങ്കിൽ
അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പിടിച്ചു വലിച്ച് കൈ ചുരുട്ടി കഴുത്തിലൊരൊറ്റ വെട്ട്. അതില് അവള് കറങ്ങി അടിച്ച് താഴെ വീഴും. പക്ഷെ അടുത്ത സെക്കൻഡ് അവള് കണ്ണു തുറന്ന് ന്യൂ എന്ന് പറയും. അപ്പൊ പാമ്പ് പോലുള്ള എന്തോ ഒന്ന് അവളുടെ ബോഡിയിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരുന്നതായിട്ട് സായി കാണും. അതിപ്പോ എന്തോ ഒരു മോൺസ്റ്റർ ജീവിയായിട്ട് മാറി സായി അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ആ ഗ്യാപ്പില് ക്ലാസ് റെപ്പ് പെണ്ണ് അവളാണെങ്കിൽ അവിടുന്ന് ദൂരേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് മീറ്റ്സിയ അവനിപ്പോ ആ ഒരു മോൺസ്റ്ററിനെ ബൊറൂട്ടോയ്ക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ. അതിന്റെ പേര് നോയി എന്നാണ്. ഗോസു ടെന്നിന്റെ ഒറിജിനൽ പ്രോജക്റ്റ് ആണ് അത്. ഈ ഒരു വലിയ മോൺസ്റ്ററിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഗോസു ടെൻ എന്നൊരു പ്രോജക്റ്റ് പോലും അവർ സ്റ്റാർട്ട് ചെയ്തത്. ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. ഇനിയും ഇങ്ങനെ നോക്കിയിരുന്ന യാതൊരു പ്രയോജനവും ഇല്ല. ഉടനെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവന് ഉഷാറായിട്ട് ഓടാൻ തയ്യാറാവും. അത് കണ്ട് മീറ്റ്സിയ അവൻ ബൊറൂട്ടോയുടെ കയ്യിൽ പിടിച്ചു പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. നീ ഇപ്പൊ അവിടേക്ക് പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതിന് ബൊറൂട്ടോ അവൻ മീറ്റ്സിയുടെ കൈ അത് തട്ടി മാറ്റും. എനിക്കിപ്പോ വെറുതെ ഇരിക്കാൻ കഴിയില്ല. ഇത്രയും പെട്ടെന്ന് ആ ക്ലാസ് റെപ്പ് അവളെ കണ്ടുപിടിച്ച് അവളോട് എനിക്ക് സംസാരിച്ച് പറ്റൂന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഫുൾ സ്പീഡില് അവിടുന്ന് പുറത്തേക്ക് ഓടും. മീറ്റ്സിയ ബൊറൂട്ടോയെ നോക്കി നിൽക്കുമ്പോ ഇപ്പൊ ആ പാമ്പ് അത് പുറത്തേക്ക് വരും. മീറ്റ്സിയ പറയും, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല, എനിക്കും ബൊറൂട്ടോയുടെ കൂടെ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവനും ഇപ്പൊ ബൊറൂട്ടോയുടെ കൂടെ പോവാൻ തയ്യാറെടുക്കും. കട്ട് ചെയ്താ ഇവിടെ ആ മോൺസ്റ്റർ ആനിമല് അതാണെങ്കിൽ ഓരോരുത്തരായിട്ട് തല്ലി തല്ലി കൊല്ലുകയാണ്. സായിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവനിപ്പോ ദൂരത്തായിട്ട് അതിനെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും നമ്മുടെ കാക്കാഷി മാസ്റ്റർ ആൾ ലൈറ്റ്നിങ് പവറൊക്കെ ആയിട്ട് വന്ന് അതിനെ ആഞ്ഞടിക്കും. പക്ഷെ ആ മോൺസ്റ്റർ അത് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് ഇപ്പൊ സ്പീഡിൽ മുൻപോട്ട് പോകും. ആണെങ്കിൽ അവന്റെ ജിപ്സും ഒക്കെ വെച്ച് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം കാക്കാഷി അവന്റെ മഡ്വാൾ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ വലിയ വലിയ വാളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആനിമൽ ആണെങ്കിൽ ഇപ്പൊ കൂടുതൽ കൂടുതൽ വലുതായി വളരാൻ തുടങ്ങും. അതിനുശേഷം ഇതിന്റെ വാലിലൂടെ 2 ടെന്റിക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് സായിയുടെ കൂടെയുള്ള അസിസ്റ്റൻസിന്റെ പവർ അതങ്ങനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. സായി പറയും, എത്രയും പെട്ടെന്ന് ഇതിനെ തടഞ്ഞിട്ടില്ല എങ്കിൽ വലിയ അപകടമാണ്. അത് ചക്ര പവറാണ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ ഒരു കാരണവശാലും അതിവിടുന്ന് മിസ്സാവാൻ പാടില്ല. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവനാണെങ്കിൽ ആനിമലിനെ നോക്കി നിൽക്കുകയാണ്. അവന്റെ തൊട്ടടുത്ത് സാക്ഷാൽ മീറ്റ്സിയ പറയും, ഇപ്പൊ നിന്നെ കൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അതിനെ തകർക്കാൻ ഒറ്റയൊരു വഴിയേ ഉള്ളൂ. അതിനെ കൺട്രോൾ ചെയ്ത് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ആരോ അവരെ ഇല്ലാതാക്കണം. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഫ്രീസാവും. അതെ, ക്ലാസ് റെപ്പിനെ അവളെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ മോൺസ്റ്ററിനെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയൂ. അയ്യോ ഇല്ല, ഒരു കാരണവശാലും അവൾക്കൊരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൾക്കൊന്നും സംഭവിക്കാതെ തന്നെ ഇതിൽ നിന്ന് ഞാൻ അവളെ രക്ഷിക്കും. പക്ഷെ അപ്പോഴേക്കും മീറ്റ്സിയ അവന്റെ ക്ലൗണിനെ ഉപയോഗിച്ച് ഇപ്പൊ ബൊറൂട്ടോ ലോക്ക് ചെയ്യും. മീറ്റ്സിയ പറയും, എനിക്ക് ഓൾറെഡി ഓർഡർ കിട്ടിക്കഴിഞ്ഞു. എന്റെ മുൻപില് ഇപ്പൊ മറ്റൊരു വഴിയുമില്ല, ഞാൻ അവളെ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ സ്ലോ മോഷനിൽ മുൻപോട്ടേക്ക് പോവും. അതിന് ബൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ജെന്റിൽ ഫീസ്റ്റ് ഉപയോഗിച്ച് മീറ്റ്സിയുടെ ക്ലൗണിനെ അങ്ങനെ തകർക്കാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ് റെപ്പിനെ കണ്ടെത്തണം, അല്ലെങ്കിൽ മീറ്റ്സിയ അവൻ ഉറപ്പായിട്ടും അവളെ കൊന്നു തള്ളും. ഇവിടെ കാക്കാഷി ആണെങ്കിൽ ആളുടെ ബാരിയർ ടീം അതുപയോഗിച്ച് ഇപ്പൊ വലിയൊരു ബാരിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മോൺസ്റ്ററിനെ അതിന്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ട്രിങ്സ് ഒക്കെ അതിന് നേരെ വലിച്ചെറിഞ്ഞ് അതിനെ ലോക്ക് ചെയ്യാണ്. അപ്പോഴായിരിക്കും നമ്മുടെ സൂപ്പർ ഹീറോ നറൂട്ടോ അവനിപ്പോ അവിടേക്ക് ചാടി വീഴുക. നറൂട്ടോ ആണെങ്കിൽ അവൻ പവർ അപ്പ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷി ആൾ ടെൻഷനായിട്ട് പറയും, ഒരു കാരണവശാലും ഇപ്പൊ പവർ അപ്പ് ആവാൻ പാടില്ല, കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ പവറും അത് അബ്സോർബ് ചെയ്തെടുത്തിരിക്കും. ഈ മോൺസ്റ്ററിന്റെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, കൂടുതൽ പവർ അബ്സോർബ് ചെയ്തെടുത്ത് ഗ്രാമത്തിന്റെ ഹൃദയ ഭാഗത്തേക്ക് വന്ന് അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുക എന്നതാണ്. സോ ഇപ്പൊ തന്നെ ആ ബാരിയർ ടീമിന്റെ കൂടെ ചേരണം, അവരോടൊപ്പം ചേർന്ന് ഇതിനെ ലോക്ക് ചെയ്യണം. കട്ട് ചെയ്താ ഇപ്പൊ സുമരിയെ കാണിക്കും. അവളാണെങ്കിൽ ദൂരത്ത് നിന്ന് അത് മുഴുവൻ നോക്കി കാണുകയാണ്. തന്നെ അടുത്ത സെക്കൻഡ് മീറ്റ്സിയ അവൻ ചാടി വീണ് ഇപ്പൊ അവളുമായി പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മീറ്റ്സിയ അവളെ തട്ടി ദൂരേക്ക് തെറിപ്പിച്ച് അവളോട് പറയും, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പാമ്പിനെ നിന്റെ ബോഡിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അതിലൂടെ നിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കി. ഇനി നിന്നെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞു, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അവനിപ്പോൾ അവളെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലുകയാണ്. ഉടനെ ബൊറൂട്ടോ അവിടേക്ക് വന്ന് മീറ്റ്സിയെ പിടിച്ചു മാറ്റും. അവൻ അവളോട് പറയും, ഇതിന്റെ എല്ലാം പിന്നില് നീയായിരുന്നു
എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനവള് പറയും, അതെ, എനിക്ക് ലീഫ് വില്ലേജ് അത് നശിപ്പിക്കണം. ഞാൻ ജനിച്ചത് വളർന്നത് ഒക്കെ തന്നെ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാനാണ്. സോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വരെ എനിക്ക് ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും യാതൊരു കൺസേണും ഇല്ല. അടുത്ത സെക്കൻഡ് മീറ്റ് ചെയ്യും ക്ലാസ് റെപ്പും അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാനായി ചാടി വീഴും. അത് കണ്ട ബൊറൂട്ടോ അവരുടെ ഇടയിലേക്ക് കയറി നിന്ന് അവർ രണ്ടുപേരെ തടയാണ്. ഉടനെ ബൊറൂട്ടോയുടെ കണ്ണിൽ നിന്ന് ഒരു ലൈറ്റ്നിങ് പവർ പുറത്തേക്ക് വരികയാണ്. അതേസമയം ട്രാൻസ്പോർട്ടേഷൻ എൻജിൻസ് ഉപയോഗിച്ച് ആ ഒരു ആനിമല് അതിപ്പോ അവിടുന്ന് മറിഞ്ഞു പോവാണ്. ഇവിടെ ക്ലാസ് റെപ്പ് അവളാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ എനർജി അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് പോവും. ഉടനെ ബൊറൂട്ടോയും മീറ്റ്സിയും അവർ രണ്ടുപേരും അതിനകത്തേക്ക് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.